ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിംസ് വരാൻ പോകുന്നു. അതുപോലെ ഒരുപാട് എക്സാമുകൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസിന് മാത്രമല്ല, എല്ലാ എക്സാമിനും നമുക്ക് പറ്റുന്ന പോലെയുള്ള റിവിഷൻ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ഭാഗത്തു നിന്നുള്ള ഓരോ ടോപ്പിക് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ടോപ്പിക്ക് ചുരുക്കി തരുന്നത്. പോകപ്പോൾ ടോപ്പിക്കുകൾ പരമാവധി കൂട്ടിയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം കുറച്ച് GK ക്വസ്റ്റ്യൻ പഠിക്കാം. ബ്രിട്ടീഷ് നാവികസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്? ഏതാണ്? F-35 ആണ്. F-35. ബ്രിട്ടീഷ് നാവികസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്? F-35 ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്കയാണ്. അപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? മാവേലിക്കര. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിച്ചത് മാവേലിക്കരയിലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജൂൺ 11 വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? രുദ്രാസ്ത്രയാണ്. ഇന്ത്യ തദ്ദേശീയമായി ജൂൺ 11 വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ബ്രിട്ടീഷ് നാവികസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്? F-35. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ നെല്ലിക്ക. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? മാവേലിക്കര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജൂൺ 11 വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? രുദ്രാസ്ത്ര. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. 2025 ICC ഹാൾ ഓഫ് ടൈമിൽ ഇടം നേടിയ ഇന്ത്യൻ താരമാരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 2025 ICC ഹാൾ ഓഫ് ടൈമിൽ ഇടം നേടിയ ഇന്ത്യൻ താരം മഹേന്ദ്ര സിംഗ് ധോണി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥരാണ് സോഫിയ ഖുറൈഷി ആൻഡ് വോമിക സിംഗ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ്. 2025 ICC ഹാൾ ഓഫ് ടൈമിൽ ഇടം നേടിയ ഇന്ത്യൻ താരം മഹേന്ദ്ര സിംഗ് ധോണി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ സോഫിയ ഖുറൈഷി, വോമിക സിംഗ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ്. ഇനി നമുക്ക് കുറച്ച് സാമൂഹിക ക്ഷേമ പദ്ധതികൾ പഠിക്കാം. അമ്മയും കുഞ്ഞും പദ്ധതി ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികൾക്കും അതുവരെ 30 ദിവസം വരെ മാത്രം പ്രായമുള്ള നവജാത ശിശുക്കൾക്കും സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. ശ്രുതി തരംഗം പദ്ധതി അതെന്താണ്? 5 വയസ്സുവരെയുള്ള മൂകരും ബധിരരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരവും ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. 5 വയസ്സുവരെയുള്ള മൂകരും ബധിരരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. സ്വാശ്രയ പദ്ധതി തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള ഒറ്റത്തവണ പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി.
സ്നേഹയാനം പദ്ധതി ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ മറ്റു അസുഖങ്ങളുള്ളവരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പിക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണിത് സ്നേഹയാനം പദ്ധതി. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം തുടങ്ങിയ മറ്റ് അസുഖങ്ങളുള്ളവരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്നതിനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണിത് സാന്ത്വനം പദ്ധതി. 2006 ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരം വീടുകളിൽ നേരിട്ടെത്തി BP, പ്രമേഹം തുടങ്ങിയവ പരിശോധിക്കുന്ന രീതിയാണ്. ഇതിലൂടെ സ്ത്രീകൾക്ക് ഒരു സ്വയം തൊഴിലും കൂടി കണ്ടെത്തുക എന്നതാണ് ഈ സാന്ത്വനം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ 2006 ആവിഷ്കരിച്ച പദ്ധതിയാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. വീടുകളിൽ നേരിട്ടെത്തി അവിടെയുള്ള BP, പ്രമേഹം തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതിയാണിത്. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ഭാഗം നോക്കാം. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് ദിമിത്രി മെൻഡലിയേഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. നമ്മൾ മോസ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ആധുനിക ആവർത്തന പട്ടികയാണ്. അപ്പോൾ എന്നാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. എന്തിന്റെ ആറ്റോമിക മാസിന്റെയാണ് മെൻഡലിയേഫിന്റെ വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? മോസ്ലിയുടെ ആണ് അല്ലെ. അപ്പോൾ മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ ആകെ ഉണ്ടായിരുന്നത് 63 എണ്ണം മൂലകങ്ങളാണ്. എത്രണ്ണമാണ്? 63 എണ്ണമാണ്. ഇപ്പൊ ഹെൻറി മോസ്ലിയുടെ ആവർത്തന പട്ടികയിൽ എന്താണ് വരുന്നത് പറഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു. എത്രണ്ണമാണ്? 118 മൂലകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതിൽ 7 പിരീഡുകളും 18 ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ ആധുനിക ആവർത്തന പട്ടികയിൽ 7 പിരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. അതുകൂടാതെ SPDF എന്നിങ്ങനെ 4 ബ്ലോക്കുകളായി മൂലകങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ 7 പിരീഡ്, 18 ഗ്രൂപ്പ്, SPDF എന്നിങ്ങനെ 4 ബ്ലോക്കുകളായിട്ടും എന്തിനെ തരംതിരിച്ചിട്ടുണ്ട്? പീരിയോഡിക് ടേബിളിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇത് 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയുന്ന പേരെന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് വരുന്നത്. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ആണ്. അതിൽ ഹൈഡ്രജൻ പെടുന്നില്ല. ഹൈഡ്രജൻ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് അതിൽ പെടുന്നതാണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ 1ാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് വരുന്നത്. 2ാം ഗ്രൂപ്പിൽ വരുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ്. ഏതാ വരുന്നത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളാണ് വരുന്നത്. അതിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നിവയാണ് വരുന്നത്. പിന്നെ 3ാം ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളിലെയാണ് എന്ന് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പും, ചെമ്പും, നിക്കലും, കൊബാൾട്ടും അങ്ങനെ ഒരുപാട് മൂലകങ്ങൾ വരുന്ന ഏതിലാണ്? 3 മുതൽ 12 വരെയുള്ള സംക്രമണ മൂലകങ്ങളിലാണ് വരുന്നത്. പിന്നെ 13ാം ഗ്രൂപ്പ് മൂലകമാണ് ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്നത്. 13 ബോറോൺ. അതിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം എന്നിവയാണ് വരുന്നത്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം എന്നിവയാണ് വരുന്നത്. 14ാം ഗ്രൂപ്പാണ് കാർബൺ കുടുംബം. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലെറോവിയം എന്നിവയാണ് കാർബൺ കുടുംബത്തിൽ വരുന്നത്. 15ാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം. നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം എന്നിവയാണ് 15ാം ഗ്രൂപ്പായ നൈട്രജൻ കുടുംബത്തിൽ വരുന്നത്. 16ാം ഗ്രൂപ്പിലാണ് ഓക്സിജൻ കുടുംബം എന്ന് പറയുന്നത്. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോറിയം എന്നിവയാണ് ഓക്സിജൻ കുടുംബത്തിൽ വരുന്നത്. 16ാം ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം. 17ാം ഗ്രൂപ്പ് ഹാലജൻ കുടുംബമാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൺ എന്നിവയാണ് 17ാം ഗ്രൂപ്പിൽ വരുന്നത്. ഹാലജൻ ഗ്രൂപ്പ്. 18ാം ഗ്രൂപ്പാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹീലിയം, നിയോൺ,
ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓഗനീസ്റ്റോൺ എന്നിവയൊക്കെയാണ് 18ാം ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയാം. 1ാം ഗ്രൂപ്പ് ആൽക്കലി, 2ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങൾ, പിന്നെ 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലജൻ, 18 അലസ വാതകങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ പെടുന്നത്. ഈ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെയും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ് ഏതിൽ പെടുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളെയും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. 13 മുതൽ 18 വരെയുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള സംക്രമണ മൂലകങ്ങളെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള സംക്രമണ മൂലകങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ സംക്രമണ മൂലകങ്ങളിൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്കിലാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു, അതുപോലെ ലോഹ സങ്കരങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നിവയാണ് സംക്രമണ മൂലകങ്ങളുടെ ഉദാഹരണം എന്ന് പറയുന്നു. അപ്പോൾ എസ് ബ്ലോക്കിൽ വരുന്നത് 1ഉം 2ഉം ഗ്രൂപ്പും, പി ബ്ലോക്കിൽ വരുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും, ഡി ബ്ലോക്കിൽ വരുന്നത് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ എസ് കഴിഞ്ഞു, പി കഴിഞ്ഞു, ഡി കഴിഞ്ഞു, അടുത്ത എഫ് ആണ്. അപ്പോൾ നമ്മൾ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകതയും പറഞ്ഞു. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, ലോഹസങ്കരണങ്ങൾ ഉണ്ടാക്കുന്നു, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞു അല്ലേ. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അടുത്തത് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാൻഡനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ്. ആരാണ്? ലാൻഡനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ്. ലാൻഡനോയിഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റോമിക് നമ്പർ, അത് മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ 57 തുടങ്ങിയിട്ട് 71 വരെ, ലാന്തനം തുടങ്ങി ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ്. അന്തസംക്രമണ മൂലകങ്ങളാണ് ഇവ. അന്തസംക്രമണ മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം 89, ആറ്റോമിക് നമ്പർ 89 തുടങ്ങി 103 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള അന്തസംക്രമണ മൂലകങ്ങളാണ് ആക്റ്റിനോയിഡുകൾ പറയുന്നത്. അപ്പോൾ ലാന്തനോയിഡും ആക്റ്റിനോയിഡും അന്തസംക്രമണ മൂലകങ്ങളാണെന്ന് പറഞ്ഞു. 57 മുതൽ 71 വരെ ആറ്റോമിക് നമ്പർ ഉള്ളത് ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയുള്ളതിന് ലാന്തനോയിഡ് എന്നും, 89 മുതൽ 103 വരെ, അതായത് ആക്ടിനിയം മുതൽ ലൊറേഷ്യം വരെയുള്ളതിന് ആക്റ്റിനോയിഡ് എന്നുമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ ഏതാണ്? 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ പറയുന്നത്. അതാണ് എവിടെയുള്ളത്? ഡി ബ്ലോക്കിലുള്ളത്. എഫ് ബ്ലോക്കിലുള്ളത് അന്തസംക്രമണ മൂലകങ്ങളാണെന്ന് പറഞ്ഞു. അത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുടെയാണ് അന്തസംക്രമണ മൂലകം പറഞ്ഞു. ആറ്റോമിക് നമ്പർ 57 to 71 വരെ ലാന്തനോയിഡും 89 മുതൽ 103 വരെ ഉള്ളത് ആക്റ്റിനോയിഡുകളുമാണ്. റയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡാണ്. ഏതാണ്? റയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ്. ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത് 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അതായത് ഓക്സിജൻ കുടുംബത്തിലുള്ളവയാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ 12ാം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു. 12ാം ഗ്രൂപ്പ് വരെയുള്ളത് സംക്രമണ മൂലകങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതു ഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ അവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കപട സംക്രമണ മൂലകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മൂലകങ്ങളിലെ ഗ്രൂപ്പുകളും അതിൻ്റെ കുടുംബങ്ങളുടെയും കഴിഞ്ഞു. അടുത്തത് നമുക്ക് ദർപ്പണങ്ങളിലേക്ക് കടക്കാം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അതായത് മിറേഴ്സ് എന്ന് പറയുന്നത്. മിറേഴ്സും ലെൻസും വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രകാശത്തെ ക്രമമായി പ്രതിഫലിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. സമതല ദർപ്പണം, ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം.
കലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും പിന്നെ അതുപോലെ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന മിററിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സമതല ദർപ്പണമാണ്. അപ്പോൾ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഉപരിതലം സമതലമായ ദർപ്പണത്തെയാണ്. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിപതലന തലം ഗോളീയ ആകൃതിയിലുള്ള ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. സമതലം പറഞ്ഞാൽ സമമായിട്ടുള്ളത്, ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഗോളീയമായിട്ടുള്ളത്. അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഗോളീയ ദർപ്പണങ്ങളിൽ വരുന്നതാണ് കോൺകേവ് ദർപ്പണങ്ങളും കോൺവെക്സ് ദർപ്പണങ്ങളും. അപ്പോൾ കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് പ്രതിപതല തലം അകത്തേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ്. പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ, ഒരു സ്പൂൺ എടുത്താൽ അകത്തേക്ക് കുഴിഞ്ഞിട്ടുണ്ടാവും, ബാക്ക് സൈഡ് നോക്കിയാൽ പുറത്തേക്ക് ഉന്തിയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ അകത്തേക്ക് കുഴിഞ്ഞതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ടോർച്ചിലെ റിഫ്ലക്ടറും മേക്കപ്പ് മിററും ഷേവിംഗ് മിററും സോളാർ കുക്കറിലും പിന്നെ ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ദർപ്പണമൊക്കെ കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മേക്കപ്പ് മിറർ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വലുതായിട്ടാണ് കാണാൻ കഴിയുക അല്ലേ. ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം നമ്മൾ വായിലിട്ടിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ ഉള്ളിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം വലുതായി കാണാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ്? നിവർന്നതും വലുതുമായിരിക്കും. അപ്പോൾ കോൺകേവ് എന്ന് പറഞ്ഞാൽ വലിയ ദർപ്പണമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രതിബിംബം വലുതായിരിക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേക്കപ്പ് മിറർ ഷേവിംഗ് മിററും ഓർത്തു വെച്ചാലേ നമുക്ക് ഓർക്കാൻ പറ്റും. വലുതായി കാണിക്കുന്നതാണ് എന്ന് ഓർത്താൽ മതി. പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം ഇപ്പോൾ എങ്ങനെയായിരിക്കുക? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുക. പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. നമ്മളൊരു സ്പൂണിൻ്റെ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് റിഫ്ലക്ടറുകളായിട്ടും വാഹനങ്ങളെ റിയർ വ്യൂ മിററായിട്ടും സൺഗ്ലാസുകളായി എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്നുള്ള വണ്ടികൾ വരെ കാണാൻ കഴിയുന്ന രീതിയിൽ, ചെറുതായി കാണാൻ കഴിയുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ബയോളജിയിൽ നിന്ന് കുറച്ച് നോക്കാം. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. അപ്പോൾ ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ് ആണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകത്തെയാണ് കോശം എന്ന് പറയാം. കോശത്തെക്കുറിച്ചുള്ള പഠനം എന്നാണ് സൈറ്റോളജിയാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ്. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കോശത്തെ ആദ്യമായി നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. നമ്മൾ കോശ ശരീരത്തിൽ സസ്യശരീരം, ജന്തുശരീരം എന്നിവ എടുത്തു പറഞ്ഞാൽ സെൻട്രോസോം, ലൈസോസോം എന്നീ ഭാഗങ്ങൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതുപോലെ സസ്യ ശരീരത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് കോശഭിത്തിയും ഹരിതകണവും ഫേനം എന്നിവ. അപ്പോൾ ജന്തുശരീരത്തിൽ മാത്രം കാണുന്നത് സെൻട്രോസോം, ലൈസോസോം എന്നിവയും കോശഭിത്തി, ഹരിതകണം, ഫേനം എന്നിവ കാണുന്നത് സസ്യശരീരത്തിലാണ്. ബാക്കിയുള്ള കോശദ്രവ്യവും മൈറ്റോകോൺട്രിയയും അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും മർമ്മവും എല്ലാം എന്തിനാണ്? രണ്ടിലും ഒരുപോലെ കാണപ്പെടുന്നതാണ്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ലൂവൻ ഹോക്ക് ആണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എൻ.ജെ. ഷ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാൻ ആണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ജേക്കബ് സ്ലീഡനും തിയോഡർ ഷാനുമാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് സ്ലീഡനും തിയോഡർ ഷാനും. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞതും ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. കോശ സിദ്ധാന്തം ബാധകമില്ലാത്ത ജീവികൾക്ക് ഉദാഹരണമാണ് വൈറസുകൾ എന്ന് പറയുന്നത്. ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികളാണ് ഏകകോശ ജീവികൾ. ബാക്ടീരിയ, പാരമീസിയം, യൂക്ലീന, അമീബ എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ബഹുകോശ ജീവികൾ പറഞ്ഞാൽ എല്ലാ സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ബഹുകോശ ജീവികളാണ്, ഒന്നിലധികം കോശങ്ങളുള്ളവയാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏകദേശം 200 വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. എന്ത് പദാർത്ഥം കൊണ്ടാണ്? സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ട് ആണ്
ഈ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മെഗ്നീഷ്യമാണ്. അപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ആ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം, മെഗ്നീഷ്യം എന്നിവ. കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെയാണ് കോശസ്തരം എന്ന് പറയാം. കോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ കോശസ്തരം എന്ന് പറയുന്നു. ഈ കോശസ്തരമാണ് എന്ത് ചെയ്യുന്നത്? പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്ക് പോകുന്നതും അതുപോലെ പുറത്തേക്ക് പോകുന്നതും നിയന്ത്രിക്കുന്നത് ഈ കോശസ്തരങ്ങളാണ്. ഈ കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ സെല്ലുലോസ് കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം, മെഗ്നീഷ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുപോലെ കോശസ്തരം, കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായ കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. അതുപോലെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർന്ന് പറയുന്നതിനെയാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്തരത്തിനുള്ളിലെ എവിടെയുള്ളതാണ്? കോശസ്തരത്തിനുള്ളിലെ, കോശത്തിന്റെ പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറഞ്ഞാൽ ആ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന കണിക എന്ന് പറയുന്നത് ജീവദ്രവ്യമാണ്. ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം പ്രോട്ടോപ്ലാസമാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് എന്നാണ് കോശദ്രവ്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? ജീവദ്രവ്യം എന്ന് പറയുന്നത്. കോശസ്തരത്തിനുള്ള എല്ലാ ഭാഗങ്ങളും ചേർന്ന് ജീവദ്രവം. ആ ജീവദ്രവ്യത്തിൽ മർമ്മം മാത്രം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം എന്നറിയപ്പെടുന്നത്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോശമർമ്മമാണ്. അത് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ കുറച്ച് പേരുകൾ ഓർത്തു വെക്കുക. എന്തൊക്കെയാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവ്, അതുപോലെ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ്, കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ചത് സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ്. കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ സ്ലീഡൻ ആണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് സ്ലീഡനും തിയോഡർ ഷാനുമാണ്. കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോയാണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥലം. അപ്പൊ മർമ്മത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ്, എത്ര പാളിയാണ്? ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മസ്ഥലം എന്ന് പറയുന്നത്. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. നമ്മൾ പറഞ്ഞ പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നത് കോശസ്തരമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രമാണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം എന്ന് പറയുന്നത്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം എന്ന് പറയുന്നത്. മർമ്മകത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം എന്ന് പറയപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിലെ തന്നെ വലക്കണ്ണികൾ പോലെ കെട്ടുപിടിഞ്ഞ് കാണപ്പെടുന്ന ശൃംഖലയാണ് ക്രോമാറ്റിൻ ജാലിക. എന്നാണ് ക്രോമാറ്റിൻ ജാലിക. ഇത് കോശ വിഭജന സമയത്ത് ഈ ക്രോമാറ്റിൻ ജാലിക എന്തായി മാറും? ക്രോമസോമുകളായി മാറുകയും ചെയ്യുക. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രോകാരിയോട്ട്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം പ്രോകാരിയോട്ട്. ന്യൂക്ലിയസ് ഇല്ല പ്രോകാരിയോട്ട്. ന്യൂക്ലിയസ് ഉള്ളത് യൂകാരിയോട്ട്. അപ്പോൾ പ്രോകാരിയോട്ടിന് ഉദാഹരണം ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയാണ്. അതുപോലെ യൂകാരിയോട്ട് വ്യക്തമായ നീ എന്ന് ഓർത്ത് വെക്കാം. നീ നമ്മൾ ഒരാളുടെ വ്യക്തമായി പറയണല്ലോ യൂന്ന്. അതുപോലെ വ്യക്തമായ എന്തുണ്ട്? ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളുള്ളതിനെയാണ് എന്തെന്ന് പറയുക? യൂകാരിയോട്ട്. അതായത് സസ്യകോശം, ജന്തുകോശമൊക്കെ അതിന് ഉദാഹരണമാണ്. അതുപോലെ ഒരു കോശത്തിനുള്ളിൽ തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളുണ്ട്. അതിനാണ് ബഹുന്യൂക്ലിയർ കോശങ്ങൾ എന്ന് പറയാം. എന്താണ് ബഹുന്യൂക്ലിയർ കോശങ്ങൾ എന്ന് പറയുന്നത്? ഈ കോശത്തിലെ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് DNA, RNA എന്ന് പറയുന്നത്. DNAയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണവും RNAയുടെ മാംസ സംശ്ലേഷണവുമാണ് അതിൻ്റെ പ്രധാന ധർമ്മമായി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രാദേശികവാദങ്ങളുടെ പേര് പഠിക്കാം. ചിനൂക്ക് എന്ന പ്രാദേശികവാദം മഞ്ഞുതീനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ഒന്നുകൂടെ പറയാം, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ചിനൂക്ക്
വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ എന്നാണ് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൻ എന്ന് പറയുന്നത്. യൂറോപ്പിൽ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നതാണ് ഈ ഫോൻ. പ്രാദേശിക വാദങ്ങൾ, കാറ്റുകൾ. മിസ്ട്രലിന് ചെളി തിന്നുന്ന കാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. തെക്ക് കിഴക്ക് സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. ഇത് അവിടെയുള്ള സസ്യമേഖലകൾക്കൊക്കെ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാറ്റാണ്. ഹർമാറ്റൻ, ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശിക വാദമാണിത്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഗിനിയ തീരത്തേക്ക് വീശുന്ന ഉഷ്ണവാതമാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ലൂ, ഉഷ്ണക്കാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലങ്ങളിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. മാംഗോ ഷവർ, ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ്. കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെ തെക്കൻ പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്നു. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാലാണ് ഇതിനെ മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത്. ചെറി ബ്ലോസം, കർണാടകയിലെ കാപ്പി കൃഷിക്ക് സഹായമായ വേനൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് ചെറി ബ്ലോസം എന്ന് പറയുന്നത്. അപ്പോൾ ചെറി ബ്ലോസം എവിടെയാണ്? കർണാടക. നോർവെസ്റ്റർ എന്ന് പറയുന്ന ബംഗാൾ, ബീഹാർ, ആസാം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്നതാണ്. ബംഗാൾ പ്രവിശ്യയിൽ വൈകുന്നേരം ഇടിയോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാൽബൈശാലിയാണ്. അപ്പോൾ ഒന്നുകൂടെ പേര് ഓർത്ത് വയ്ക്കാം. ചിനൂക്ക് എന്നാണ് മഞ്ഞുതുനി എന്നറിയപ്പെടുന്നു. വടക്കേ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയിൽ നിന്ന് കിഴക്കൻ ചെരുവിലേക്ക് വീശുന്നതാണ് ഫോൻ. ആൽപ്സ് പർവ്വതനിരയെ കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ്. യൂറോപ്പിൽ മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്നു. മിസ്ട്രൽ, ചെല്ലി ചിന്നുന്നവൻ എന്നറിയപ്പെടുന്നു. കിഴക്കൻ സ്പെയിനിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ്. ഹർമാറ്റൻ, ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള പ്രാദേശിക വാദമാണ്. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നും ഗിനിയ തീരത്തേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഉത്തരേന്ത്യൻ സമതലത്തിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റാണ്. കേരളത്തിലെയും ഇന്ത്യയുടെ തെക്കൻ പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് ഇടിയോട് കൂടിയ മഴയ്ക്ക് കാരണമാകുന്നു. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്നതിനാൽ ഈ പേര് ലഭിച്ചതാണ്. ചെറി ബ്ലോസം, കർണാടകയിലെ കാപ്പി കൃഷിക്ക് സഹായമായ വേനൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ്. നോർവെസ്റ്റർ, ബംഗാൾ, ബീഹാർ, ആസാം, ജാർഖണ്ഡ് എന്നീ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ബംഗാൾ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന ഇതിനെ നമ്മൾ എന്തെന്ന് പറയാം? കാൽബൈശാലി എന്നാണ്. കാറ്റിനെ കാൽബൈശാലി എന്നാണ് പറയാം. ഇനി നമുക്ക് സിന്ധു നദിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ നദികളെ പ്രധാനമായും ഹിമാലയൻ നദികളെന്നും അതുപോലെ ഉപദ്വീപിയൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഹിമാലയൻ നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ സിന്ധു നദിയെ കുറിച്ച് പറയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പശ്ചിമ ഭാഗത്തെ നദീ സംവിധാനമാണ് സിന്ധു നദി എന്ന് പറയുന്നത്. ടിബറ്റിലെ മാനസ് സരോവറിൽ നടത്തുള്ള ബോഹാർചു ഗ്ലേസിയറിൽ നിന്നാണ് സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. സിന്ധുവിന്റെ ആകെ നീളം വരുന്നത് 2880 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ മാത്രമാണ്. അല്ലെങ്കിൽ 1114 കിലോമീറ്ററും എന്നും പറയുന്നുണ്ട്. പക്ഷെ PSCയുടെ ഉത്തരം വരുന്നത് 709 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ വന്നിട്ട് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവയിലൂടെയാണ്. ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മുടെ ഇതിലൂടെ ഒഴുകുന്നത്, ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. അതിനുശേഷം അത് പാകിസ്ഥാനിൽ പോയിട്ട് അത് പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഈ സിന്ധു നദി തന്നെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സിംഗി ബംഗൻ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വന്നിട്ട് സിംഹത്തിന്റെ മുഖം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം സിംഹത്തിന്റെ മുഖം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ വനപ്രദേശം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ വനപ്രദേശം എന്ന് പറയുന്നത്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലേ ആണ്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ്
ലേ എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന 7 നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ചലം, ചിനാബ് എന്നിവയാണ്. ഏതൊക്കെയാണ്? സിന്ധു, ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, സരസ്വതി എന്നിവയാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന 7 പുണ്യ നദികൾ എന്ന് പറയുന്നത്. അതിന് സപ്ത സിന്ധു എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? സപ്ത സിന്ധു എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദിയാണ് സിന്ധു നദി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ്. പാകിസ്ഥാനിലെ ദേശീയ നദി എന്നും പാകിസ്ഥാനിലെ ജീവരേഖ എന്നെല്ലാം അറിയപ്പെടുന്ന ഏതാണ്? സിന്ധു നദിയാണ്. സിന്ധുവിന്റെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കറാച്ചി. പോഷക നദികൾ, സിന്ധുവിന്റെ പോഷക നദികളാണ് ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. ഏതൊക്കെയാണ്? ചലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് സിന്ധുവിന്റെ പോഷക നദികൾ. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജും സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബുമാണ്. അപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജും സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ നദി ചെനാബുമാണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയാണ് സത്ലജ് എന്ന് പറയുന്നത്. ഷിത്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ്. ബക്രാനങ്കൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ബക്രാനങ്കൽ പദ്ധതി എന്ന് പറയുന്നത്. ബക്രാനങ്കൽ പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ സത്ലജിലാണ്. സത്ലജ് ബക്രാനങ്കൽ പദ്ധതി അത് ഷിത്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ അതുപോലെ പറഞ്ഞു സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചെനാബ് എന്ന് പറഞ്ഞു. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം നദി. ഇത് വൂളാർ തടാകത്തിലേക്ക്, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം നദി എന്ന് പറയുന്നത്. ചലത്തിന്റെ നദീതീര പട്ടണമാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ചലം എന്ന് പറയുന്നത്. ചലം നദിയിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സത്ലജിലാണ് ബക്രാനങ്കൽ അണക്കെട്ട്, അതുപോലെ ചലം നദിയിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ചലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് കിഷൻ ഗംഗ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സിന്ധുവിന്റെ പോഷക നദിയാണ് ചലം. ആ ചലത്തിന്റെ പോഷക നദിയാണ് കിഷൻ ഗംഗ എന്ന് പറയുന്നത്. ചലം നദിയിലാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ചലം നദി ചിനാബുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് തിമ്രു എന്ന് പറയുന്നതിനാണ് തിമ്രു എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് ചിനാബ് നദി. അതിന്റെ ഉത്ഭവം ബാരാലാപ്ച ചുരത്തിൽ നിന്നാണ്. അതിന്റെ ഉത്ഭവം അതിലുള്ള ഡാമാണ് ബക്ലിഹാർ ഡാം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിലെ ബക്ലിഹാർ ഡാം എന്ന് പറയുന്നത്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ബിയാസിന്റെ ഉത്ഭവസ്ഥാനം റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. ജമ്മു പട്ടണത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്ന നദിയാണ് താവി നദി. ഏത് നദിയാണ് ജമ്മുവിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒഴുകുന്നത്? അത് താവി നദിയാണ്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിലെ കുളു മലയിൽ നിന്നാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത്. അതുപോലെ പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയും രവി നദിയാണ്. നൂർജഹാന്റെയും ജഹാംഗീറിന്റെയൊക്കെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രവി നദീ തീരത്താണ്. ഇതൊക്കെയാണ് നമ്മുടെ സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുന്നത്. അതുപോലെ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് 1960 സെപ്റ്റംബർ 19 അത് ചോദിക്കാതിരിക്കാം, എന്നാലും പഠിച്ചു വെച്ചോളൂ. കാരണം അതുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടാണ് അത് പറയുന്നത്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആ കരാർ ഒപ്പുവെച്ച രാജ്യങ്ങൾ. കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയാണ് പറഞ്ഞാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അതുപോലെ പാകിസ്ഥാനിലെ പ്രസിഡന്റ് മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ്. ഇതിന്റെ മധ്യസ്ഥത വഹിച്ചത് ലോകബാങ്കാണ്.
കേരളത്തിലെ ആകെ 44 നദികളാണുള്ളത്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും അതുപോലെ 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നീളമുള്ള നദികളാണ് 11 നദികളാണ്. 100 മീറ്ററിൽ നീളമുള്ള എത്ര നദികളുണ്ട്? 11 നദികളാണുള്ളത്. 15 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളവയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്? നദിയായി കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് പെരിയാറിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ആ പെരിയാറിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ നീളമുള്ള നദി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദി എന്നിവയെല്ലാം ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ, അതുപോലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദി. 244 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. സഹ്യപർവ്വതത്തിന്റെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന് 244 കിലോമീറ്റർ ആണ് നീളം. സഹ്യപർവ്വതത്തിന്റെ ശിവഗിരി മലയിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നതറിയപ്പെടുന്നു. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ളത്, ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത്, ഏറ്റവും വലിയ നദി, കേരളത്തിന്റെ ജീവരേഖ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അത് പെരിയാറാണ് പറയുന്നത്. പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ എന്നിവയൊക്കെയാണ്. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ഞാൻകുട്ടിപ്പുഴ, പെരുതുറയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ. അപ്പൊ മുല്ലയാർ, കട്ടപ്പനയാർ, ചെറുതോണിയാർ, ഇടമലയാർ, പെരുതുറയാർ എല്ലാത്തിലും 6 പേരുണ്ട് അല്ലേ? അപ്പൊ പെരിയാർ എന്നത് ഓർത്തിട്ട്. പിന്നെ മുതിരപ്പുഴയും പെരിഞ്ഞാൻകുട്ടിപ്പുഴയുമാണ് പെരിയാറിന്റെ പോഷക നദികളിൽ പറയുന്നത്. പെരിയാറിലേക്ക് ആദ്യം വന്നു ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ എന്ന് പറയുന്നത്. അത് സംഗമിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്നത് പെരിയാറിന് തന്നെയാണ്. പെരിയാർ ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഏതിലൂടെയാണ്? ഇടുക്കി, എറണാകുളം ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. ഇതിന്റെ പതനം വേമ്പനാട്ട് കായലിലാണ്. എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ, അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ് എന്ന് പറഞ്ഞു. അതിലെ ജലവൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയൊക്കെ പെരിയാറിലെ ജലവൈദ്യുത പദ്ധതികളാണ്. അതുപോലെ പെരിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് മലയാറ്റൂർ, അതുപോലെ തേക്കടി വന്യജീവി സങ്കേതം, തട്ടേക്കാട് വന്യജീവി സങ്കേതമെല്ലാം, അതുപോലെ കാലടി, ശങ്കരാചാര്യന്റെ ജന്മസ്ഥലമായ കാലടി എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. 1340 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നശിച്ചുപോയ തുറമുഖം കൊടുങ്ങല്ലൂരും അതിനുശേഷം ഉണ്ടായ തുറമുഖമാണ് കൊച്ചി എന്നും പറയുന്നത്. കൊച്ചി തുറമുഖം 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് രൂപം കൊണ്ട തുറമുഖമാണ് കൊച്ചി തുറമുഖം. നശിച്ചു പോയത് കൊടുങ്ങല്ലൂർ. എപ്പോഴാണ്? 1341 കേട്ടോ. 1341 1924 വന്നിട്ട് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കൊല്ലവർഷം 1099 ആയതുകൊണ്ടാണ് അതിന് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നോക്കാം. ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 അദ്ദേഹത്തെ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് വാഴയാരം വീട് എന്നാണ്. പിതാവ് മാടനാശൻ, മാതാവ് കുട്ടിയമ്മ, ബാല്യകാല നാമം നാണു എന്നാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ സഹോദരിമാരാണ് കൊച്ചുമാത, കൊച്ചുദേവി എന്നീ പറയുന്നവരൊക്കെ. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്യ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യ, അതുപോലെ പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. ആദ്യകാല ഗുരു കണ്ണൻ മൂത്തപ്പിള്ള ആശാനാണ്. അപ്പൊ ഗുരുവിന്റെ പേര് ചോദിച്ചാൽ ഓർത്തിരിക്കുക, തൈക്കാട് അയ്യ, പേട്ടയിൽ രാമൻപിള്ളയാണ്. ബാല്യകാല ഗുരു ചോദിച്ചാൽ കണ്ണങ്കര മൂത്തപ്പിള്ള ആശാനാണ് വരുന്നത്.
ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ ആർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? തൈക്കാട് അയ്യയ്ക്ക്. അദ്ദേഹമാണ് തൈക്കാട് അയ്യയാണ് ശ്രീനാരായണ ഗുരുവിന് ഹസ്തയോഗ വിദ്യ പഠിപ്പിച്ചത്. ഹസ്തയോഗ വിദ്യ പഠിപ്പിച്ചത്. അഞ്ചുതെങ്ങില് 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ചത്. എപ്പോഴാണ്? 1881 അഞ്ചുതെങ്ങിൽ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചത്. അതുപോലെ അദ്ദേഹം 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗർഭപരിപാലന യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15 അതിന്റെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരൻ ആശാനുമാണ്. ഈ SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം എന്ന് പറയുന്നത്. 1904 മെയ് 13 1903 SNDP നിലവിൽ വന്നു. 1904 മെയ് 13 വിവേകോദയം ആരംഭിച്ചു. അത് സ്ഥാപിച്ചത് കുമാരൻ ആശാനാണ്. ആരാണ് സ്ഥാപിച്ചത്? കുമാരൻ ആശാനാണ്. ഈഴവ ഗസറ്റ് എന്നാണ് വിവേകോദയത്തെ അറിയപ്പെട്ടിരുന്നത്. SNDPയുടെ ആസ്ഥാനം വരുന്നത് കൊല്ലത്താണ്. 1904 അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 അദ്ദേഹം ശിവഗിരി മഠം സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് ദ്വിഭാഷിയായിരുന്ന വ്യക്തിയാണ് കുമാരൻ ആശാൻ. അതുപോലെ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുവും അതുപോലെ ടാഗോറും കണ്ടുമുട്ടിയത് 1922 ശിവഗിരിയിൽ വെച്ച് തന്നെയാണ്. 1922 ശിവഗിരിയിൽ വെച്ചാണ്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ശിവഗിരിയിൽ വെച്ചിട്ടാണ് സമാധിയായത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം വന്നിട്ടുണ്ടായിരുന്നത് 72 വയസ്സായിരുന്നു. 72 വയസ്സായിരുന്നു. ശ്രീനാരായണ ഗുരു 1924 ആലുവയിൽ വെച്ചിട്ട് സർവമത സമ്മേളനം നടത്തിയത്. എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ്. 1924 ശ്രീനാരായണ ഗുരുവാണ് ആലുവയിൽ വെച്ച് 1924 സർവമത സമ്മേളനം നടത്തിയത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തിയാണ്, ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളാണ് കളവങ്കോടും മുല്ലലയും. ആദ്യം നടത്തിയത് കളവങ്കോടുമാണ്. അവസാനമായിട്ട് നടത്തിയത് മുല്ലലയിൽ വെച്ചിട്ടാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888 ഫെബ്രുവരിയിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ആദ്യ ക്ഷേത്രം അരുവിപ്പുറമാണ്. ആദ്യ ക്ഷേത്രം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രമാണ്. ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം അത് ചട്ടമ്പി സ്വാമികൾക്കാണ് അത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ രചന ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ചട്ടമ്പി സ്വാമികൾക്ക് അത് അദ്ദേഹം എന്ത് ചെയ്തു? സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്താണ് ശിവശതകം എന്ന കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആത്മോപദേശ ശതകം 1897 അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ളത് ജാതീയ മീമാംസ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. ജാതീയ മീമാംസ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞതാണ് അയ്യങ്കാളിയാണ്. അടുത്ത നമുക്ക് രാജാറാം മോഹൻ റായിനെ കുറിച്ചും കൂടി പറഞ്ഞതിന് ശേഷം ക്ലാസ് നിർത്താം. 1872 ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 1872 ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. അദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത്
അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമനാണ് അദ്ദേഹത്തിന് ആ പേര് നൽകിയത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രാജാറാം മോഹൻ റോയ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അതുപോലെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗ ദൂത് എന്ന് പറയുന്നത്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ എന്ന് പറയുന്നത്. 1815 അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചത്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ സതി സമ്പ്രദായം നിർത്തലാക്കിയതൊക്കെയാണ് 1829 ഡിസംബർ 4-നാണ്. 1829 ഡിസംബർ 4-നാണ്. അദ്ദേഹം 1822 ഇന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചു. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, അതായത് തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന കൃതി രചിച്ചതും അതുപോലെ ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതി രചിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ബ്രഹ്മ സമാജം എന്ന് പറയുന്നത്. 1828 ഓഗസ്റ്റ് 20-നാണ് ഇത് സ്ഥാപിതമായത്. ഇതിനാദ്യം ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മസമാജം എന്ന 1830-ലാണ് ഈ സംഘടന അറിയപ്പെട്ടിരുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് ദേവേന്ദ്രനാഥ ടാഗോറും കേശവചന്ദ്ര സെന്നും. അത് ഇദ്ദേഹത്തിന്റെ മരണശേഷം ബ്രഹ്മസമാജം രണ്ടായി പിരിയുകയുണ്ടായ ആദി ബ്രഹ്മസമാജം എന്നും അതുപോലെ ഭാരതീയ ബ്രഹ്മസമാജം എന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും അതുപോലെ കേശവചന്ദ്ര സെന്നാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്നുമാണ്. ഓക്കെ, നമ്മൾ ഇനിയും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമ്മുടെ ക്ലാസ്. അപ്പോൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടാണ് തന്നിട്ടുള്ളത്. ഇതുപോലെ ആയിരിക്കും ഇനിയും ക്ലാസ്സുകൾ തരാൻ ഉദ്ദേശിക്കുന്നത്. GK-യിൽ നിന്നും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയി തന്നതിന് ശേഷം ബാക്കി ഇതുപോലെ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മുടെ റിവിഷൻ കൊണ്ടുപോകുന്നതായിരിക്കാം. കേട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ക്ലാസ്സുമായി കാണുന്നതായിരിക്കും. ബൈ.